തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു കൊല്ലത്തിൻ്റെ അവസാനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എൽദോ നോമ്പിൽ നാം ആയിരിക്കുകയാണല്ലോ. നോമ്പ് എപ്പോഴും നമ്മെ തന്നെ വിലയിരുത്തുവാനുള്ള വലിയ അവസരങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെയും പാകപ്പിഴകളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനുള്ള വലിയ അവസരം. വചനം ജഡം ധരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. സാക്ഷാൽ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വലിയ സുദിനമാണല്ലോ ക്രിസ്തുമസ്. അത്യുന്നതങ്ങളിൽ മാലാഖന്മാരാൽ സ്തുതിക്കപ്പെടുന്നവൻ താഴെ കിറത്തുണിയിൽ മനുഷ്യരുടെ ഇടയിൽ കാണപ്പെടുന്നു. മാലാഖന്മാർ നോക്കുവാൻ പേടിക്കുമ്പോൾ മാനുഷിക നേത്രങ്ങൾ കൊണ്ട് അവനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ മനുഷ്യനായി നാം ജീവിക്കണമെന്ന് വലിയ ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പെരുന്നാൾ നൽകുന്നു. മനുഷ്യത്വമുള്ളവനാണ് മനുഷ്യൻ. ഇരുകാലി മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് നമ്മെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സലിവും ദീർഘക്ഷമയും പരസ്നേഹവും തന്നെയാണ്. അപരനെ സ്നേഹിക്കുവാനും അപരനെ കരുതുവാനും അവന് വേണ്ടി നിൽക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഈ ഭൂമി സ്വർഗമായിട്ട് മാറുന്നത്. ദൈവം മനുഷ്യനായി തീർന്നതുപോലെ മനുഷ്യത്വമുള്ള മനുഷ്യരായിട്ട് നമുക്ക് തീരാം. അതിനായി തീരട്ടെ ഈ ക്രിസ്തുമസ് കാലഘട്ടം.